രക്ഷാപ്രവർത്തനം മനുഷ്യസാധ്യമായ രീതിയിലെല്ലാം നടന്നു വരികയാണ്. നമ്മുടെ ജില്ലാ ഭരണകൂടം, അതുപോലെ പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ്, അതുപോലെ റവന്യൂ വകുപ്പ് എല്ലാം വലിയ രീതിയിലുള്ള ഇടപെടലാണ് നടത്തുന്നത്. ഇപ്പം നമുക്ക് 21ഓളം ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളൊഴികെ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ മെഡിക്കൽ കോളേജിലാണ്. 12ഓളം ബോഡികൾ കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അത് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത് വളരെ പരിമിതമാണ്. ഒരുപക്ഷെ ഇനിയും ഈ വെടിക്കെട്ടപകടം ഉണ്ടായ പ്രദേശത്ത് ജീവനുള്ളോ അല്ലാതെ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള റിസർച്ച് നടത്തണം. ഇപ്പം നമുക്ക് രാത്രിയായിട്ട് ഇപ്പോൾ ലൈറ്റ് വെച്ചിട്ടുള്ള പരിശോധനയാണ്. പിന്നെന്താ വെച്ചാൽ വെടിക്കെട്ട് പൂർണ്ണമായിട്ടും അവസാനിച്ചില്ലായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ 2 മണിക്കൂറിലധികം ഈ വെടിക്കെട്ട് അപകടമുണ്ടായ സ്ഥലത്ത് വെടിക്കെട്ട് പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭയമില്ലാതെ ഈ സെർച്ച് ചെയ്യുന്ന ആളുകളുടെയും ജീവൻ രക്ഷിക്കാൻ പറ്റും. അപ്പം അതുകൂടി അതിൻ്റെ പ്രിക്കോഷൻസും കൂടി എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർക്കുള്ളിൽ കയറാനും കഴിഞ്ഞു. പക്ഷേ വെളിച്ചം കുറവാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. വെളിച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. ഇതുപോലെ 12 വെളിച്ചം സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എത്ര പേരുണ്ടായിരുന്നു അറിയാമോ നേരത്തെ? ഇല്ല. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് പേര് വെള്ളം കുടിക്കാനായിട്ട് പോയി. 21 പേര് ഇപ്പോൾ അപകടം പറ്റിയ ആളുകളെ കൊണ്ടുപോയി. 7 പേര് വെള്ളം കുടിക്കാനായിട്ട് പോയിട്ടുണ്ട്. അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവശേഷിച്ച 10-20 പേരുണ്ടാവും എന്നുള്ള കൃത്യതയില്ല. അതിൽ കുറച്ച് പേര് ഇവിടെ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയില്ല. കൃത്യമായ ഒരു നമ്പർ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. സമീപത്തെ വീടുകൾ ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വലിയൊരു പ്രകമ്പനം ഉണ്ടായി എന്നാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, തെങ്ങ് നിന്ന് കത്തുകയാണ്. അതുപോലെ ബോഡിയൊക്കെ തെറിച്ചു പോയത് 100 കണക്കിന് മീറ്റർ അപ്പുറയാണ് ബോഡിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ വെടിക്കെട്ട് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ബോഡി കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം മനുഷ്യൻ്റെ ബോഡി പീസായി പോകും. 2006 സമാനമായിട്ടുള്ളൊരു അപകടമാണ് തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് പാടൂക്കാടുണ്ടായത്. അത് ഈ ബോഡികൾ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അത് ഭൂരിപക്ഷം എന്ന് ചേലക്കര, വെന്നൂർ ഭാഗത്തുള്ള ആളുകളാണ് മരിച്ചത്. പിന്നെ നമ്മൾ ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു രീതിയിലാണെന്ന് കൈകാര്യം ചെയ്തത്. അപ്പോൾ ഇപ്പോൾ 12 പേര് മരിച്ചു. അവരുടെ ബോഡി 1-2 ആളുകൾ മാത്രമേ തല കിട്ടിയെങ്കിലാണ് ഇന്ന ആളാന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തത് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് താമസം ഉണ്ടാവും. അപ്പം നാളത്തോടു കൂടി ബോഡിയെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അതാത് വീടുകളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തുന്നത്.